നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ദിവസങ്ങൾക്ക് മുൻപാണ് രാജിവെച്ചത്. മോഹൻലാലിനൊപ്പം 17 അംഗ ഭരണസമിതിയും രാജിവെച്ചിരുന്നു. 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി രൂപീകരിക്കും എന്നാണ് സംഘടന വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പ്രമുഖ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന സിദ്ദിഖിനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. സിദ്ദിഖാണ് സംഘടനയിൽ നിന്നും ആദ്യം രാജിവെച്ചത്. അതേസമയം മാധ്യമങ്ങളെ കാണാതെയും അഭിമുഖീകരിക്കാതെയും ആരോപണങ്ങളോട് പ്രതികരിക്കാതെയും നേതൃത്വം രാജിവെച്ചൊഴിഞ്ഞതിനെതിരെ വിമർശനം ശക്തമായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെ താരനിരകൾ ഇതിനെതിരെ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് ആരാധകർ ഉറ്റുനോക്കിയൊരു കാര്യം കൂടിയായിരുന്നു. ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആദ്യമായി മോഹൻലാൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. മറ്റൊന്നുമല്ല, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാടിനായി യേശുദാസ് ആലപിച്ച സാന്ത്വന ഗീതമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. കേരളമേ പോരൂ എന്ന ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് കേരള മീഡിയ അക്കാദമിയും സ്വരലയും ചേർന്നാണ്. വയനാടിന്റെ നൊമ്പരവും പുനർനിർമ്മാണത്തിന്റെ പ്രതീക്ഷയും ഉൾച്ചേർന്ന ഗാനമാണിത്. വയനാടിന്റെ വേദനയിൽ സാന്ത്വനം പകർന്നുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച സ്നേഹഗാനം തന്നെയാണ്. പ്രകൃതി ദുരന്തം നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുക്കാൻ കേരള സർക്കാർ നേതൃത്വം നൽകുന്ന പുനർനിർമ്മാണ സംരംഭങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ സാന്ത്വന ഗാനം. രമേശ് നാരായണന്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദ് രചിച്ച ഈ ഗാനം ദാസേട്ടൻ ഹൃദയസ്പർശി ആലപിച്ചിരിക്കുന്നു. ഗാനത്തിന്റെ യൂട്യൂബ് ലിങ്ക് പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ ഈ ഗാനം കുറിച്ചത്.